സൈലം ലേണിംഗ്. അപ്പൊ മിസ്സിന്റെ എല്ലാ കൂട്ടുകാരും റെഡി ആയിട്ടിരിക്കുവാണല്ലോ അല്ലെ? അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അറിയാലേ ഇനി എന്താണ്, എക്സാം ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണല്ലോ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ പേര് അരുണിമ എന്നാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം അല്ലെ? അപ്പൊ മക്കളെ ഈ ഒരു ചിത്രം നോക്കിയേ. എന്താ എന്റെ കൂട്ടുകാർ ചിത്രങ്ങളിൽ കാണുന്നത്? നിങ്ങൾ കുറെ വാഹനങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെ വാഹനങ്ങളാ ഉള്ളത്? ഇതാ ഈ വാഹനത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതാണ് ഹെലികോപ്റ്റർ അല്ലേ? ഇതാ സൈക്കിള് കാണുന്നുണ്ട്, കാറ് കാണുന്നുണ്ട് അല്ലെ, വാന് കാണുന്നുണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾ എന്റെ മക്കൾ ഇതിൽ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ വാഹനങ്ങളൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ശരിയാണല്ലേ, എന്തിനാണ്? യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? കുറേ ദൂരെയുള്ള സ്ഥലത്തിലേക്കാണ് നമുക്ക് പോകണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാഹനത്തിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വാഹനത്തിൽ കയറിപ്പോയാൽ എന്താ ഗുണം? നമുക്ക് വളരെ വേഗത്തിലെത്താം അല്ലെ? വളരെ വേഗത്തിലെത്താം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറും ബസ്സും ഒക്കെ പിടിച്ചിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോവാറുണ്ട് അല്ലെ? ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറെ വാഹനങ്ങൾ ഉണ്ടാവാം അല്ലെ? ചിലപ്പോ സൈക്കിൾ ഉണ്ടാവാം, സ്കൂട്ടർ ഉണ്ടാവാം, കാർ ഉണ്ടാവാം, ജീപ്പ് ഉണ്ടാവാം അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഏത് വാഹനം ഉള്ളതെന്ന് എല്ലാരും ഒന്ന് വീഡിയോ കാണുമ്പോ തന്നെ പറഞ്ഞു നോക്കണേ, ഏത് വാഹനം ഉള്ളതെന്ന്. ഓക്കെ, അപ്പൊ യാത്ര ചെയ്യാനാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് എന്റെ മക്കള് പഠിച്ചു അല്ലെ? അപ്പൊ വാഹനങ്ങള് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രാണോ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ല അല്ലെ? നമുക്ക് എന്തിനും കൂടെ വാഹനങ്ങൾ ഉപയോഗിക്കാം. സാധനങ്ങൾ കൊണ്ടുപോകാൻ. മക്കൾ ഉറക്കെ പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ? ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ട് അല്ലെ? അത് കുറച്ച് ദൂരെ നമുക്ക് അയക്കണം. അങ്ങനെ നമ്മൾ എന്താ ചെയ്യാ? വാഹനത്തിൽ അല്ലെ, ലോറിയിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകും. ലോറി മാത്രാണോ ഉള്ളത്? അല്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക അല്ലെ? ചിലപ്പോ ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ടാവും അല്ലെ? ട്രെയിൻ കണ്ടിട്ടില്ലേ? ആള് കയറാത്ത തീവണ്ടി ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിൽ ഫുൾ എന്തായിരിക്കും? സാധനങ്ങളായിരിക്കും അല്ലെ? അതേപോലെ തന്നെ കപ്പലുകൾ ഉണ്ടാവും അല്ലെ? വലിയ കപ്പലില് നിറയെ സാധനങ്ങളുമായിട്ട് പോകുന്നത് നമുക്ക് കാണാം അല്ലെ? അപ്പൊ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഇനി മറ്റു ചില വാഹനങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ വാഹനങ്ങള് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ആയിരിക്കത്തില്ല, യാത്ര ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കില്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ടീച്ചറോട് ചോദിക്കും അല്ലെ? ടീച്ചർ ചോദിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം പറയാല്ലേ? മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതെന്ന്. അതായത് എല്ലാരും എന്താ ആലോചിച്ച് നോക്കണം? JCBനെ ആലോചിച്ച് നോക്ക്. എല്ലാ കൂട്ടുകാരും ഒന്ന് JCB ആലോചിച്ച് നോക്കി. JCBക്ക് വലിയ എന്തുണ്ട്? വലിയ വലിയ JCBകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? മാത്രമല്ല അതിനെന്തുണ്ട്? വലിയ മുന്നിൽ തന്നെ അല്ലെ മണ്ണിങ്ങനെ മാന്താൻ പറ്റിയ തരത്തിലുള്ള യന്ത്രഭാഗങ്ങളും ഉണ്ട് അല്ലെ? യെസ്, കണ്ടിട്ടില്ലേ? അപ്പൊ JCB നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മണ്ണ് മാന്താൻ വേണ്ടിയിട്ട് അല്ലെ? മണ്ണിങ്ങനെ മാന്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ JCB ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങള് ട്രാക്ടർ കണ്ടിട്ടുണ്ടോ? ട്രാക്ടർ കണ്ടിട്ടില്ലേ? വയലൊക്കെ ഉഴുകാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രാക്ടർ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ട്രാക്ടർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മള് വേറെ പല ആവശ്യങ്ങൾക്കുമായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞ്. ആദ്യം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് യാത്ര ചെയ്യാൻ. രണ്ടാമതായിട്ടോ സാധനങ്ങൾ കൊണ്ടുപോകാൻ. മൂന്നാമതായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ? മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യാം? 3 കോളങ്ങൾ വരയ്ക്കാം. ആ കോളത്തിൽ എന്ത് ചെയ്യാം? യാത്രക്ക്, സാധനങ്ങൾ കൊണ്ടുപോകാൻ, മറ്റാവശ്യങ്ങൾക്ക് എന്നുള്ള തലക്കെട്ടുകൾ നൽകുക. അതിനുശേഷം ഏതൊക്കെ വാഹനങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയാലോ. ഇപ്പൊ നോക്കിക്കേ, യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബസ് ഉപയോഗിക്കാറുണ്ട്. സാധനങ്ങൾ കൊണ്ടുപോകാൻ വലിയ ലോറികൾ ഉപയോഗിക്കാറില്ലേ? മറ്റാവശ്യങ്ങൾക്ക് മണ്ണ് മാന്തി യന്ത്രം അഥവാ JCB അല്ലെ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം JCB എന്ന് ആലോചിക്കുമ്പോഴാണ് അല്ലെ? അപ്പൊ JCB ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം അല്ലെ? എഴുതി വെക്കാം. അപ്പൊ ബാക്കിയുള്ളതും കൂടെ മക്കൾ എന്ത് ചെയ്യാ?
കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, റെഡിയാണോ? യെസ്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഇന്നത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.